നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടന്റെ ശത്രുക്കൾ ആരാണെന്ന് ഇപ്പോഴും എനിക്കൊരു ഊഹവുമില്ല. എങ്കിലും ഈ വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട സ്ഥിതി എനിക്കുണ്ടാക്കിയത് കുട്ടന്റെ ശത്രുക്കൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അതിലില്ലാതെ അവളെ വളരാൻ വിട്ടാൽ പിന്നെ അമ്മയും പൊന്നാരൻ തോട്ടത്തിലെ സകലരും അവളുടെ മുന്നിൽ ഓച്ചാൻസ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപൂർവം നമ്മൾ അവളെ ഇതിനകത്ത് തളച്ചിടണം. മായ പറഞ്ഞതാണ് ശരി. അവള് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. പോകരുത്. അവള് ഈ മതിൽക്കെട്ടിന് പുറത്ത് കടക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. സൂക്ഷേ പതുക്കെ. നീ സിദ്ധുവിനെ കൊണ്ട് എവിടേക്ക് പോന്നു? കുട്ടനെ പാർക്കിൽ പോയി കളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുട്ടനെ ഇവിടെ അടുത്തുള്ള പാർക്കിലേക്ക് കൊണ്ടുപോവാ. പാർക്കിൽ പോയി കളിച്ചാ കുട്ടന് വലിയ സന്തോഷം. പാർക്കിൽ പോയി കളിക്കണമെന്ന് കുട്ട നിന്നോട് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ കുട്ടനെയും കൊണ്ട് പോകുന്നത്. നീ കള്ളം പറയുക. പാർക്കിൽ പോകണമെന്നൊന്നും കുട്ടൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അവൻ അങ്ങനെ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ നിന്റെ ആവശ്യം. നിനക്കെപ്പോഴും പുറത്തിറങ്ങി കറങ്ങണം, സർക്കിട്ട് നടത്തണം. അതിനുവേണ്ടി നീ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. മുത്തശ്ശി ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കറങ്ങേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് നീ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഏതായാലും ശരി, കുട്ടനെയും കൊണ്ട് നിനക്കിവിടെ ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല. നീ എന്നൊക്കെ എന്റെ കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയോ അന്നൊക്കെ ഇവരെന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടും. ഇനിയിപ്പോ ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. മുത്തശ്ശി, എനിക്ക് പാർക്കിൽ പോണം മുത്തശ്ശി. അതൊന്നും വേണ്ട. നീ ഇന്നേ എവിടെയും പോകുന്നില്ല. പാർക്ക് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് ഇവള് നിന്നെ മയക്കി വെച്ചിരിക്കേ. മുത്തശ്ശി, മുത്തശ്ശി ചുമ്മാ മലയെ കുറ്റപ്പെടുത്താണേ. വെറുതെ അല്ല ഞാൻ ഇവളെ വഴക്കു പറയുന്നത്. അനുസരണയും മര്യാദയും ഇല്ലാത്തവളാ ഇവള്. അല്ല, അതെങ്ങനെ ഉണ്ടാവും? അമ്മമാർ പഠിപ്പിക്കുന്നത് പോലെയല്ലേ മക്കള് വളരൂ. ഇവളെ ഇവളുടെ അമ്മ നല്ലതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇവള് ധിക്കാരി അഹങ്കാരിയായി മാറിയത്. എനിക്ക് പാർക്കിൽ പോണം. എന്താ ഇവിടെ പ്രശ്നം? അമ്മ എന്തിനാ ദേവിക വഴക്കൂറുന്നെ? ഇവക്കെ സിദ്ധുവിനെയും കൊണ്ട് പാർക്കിൽ പോയി കറങ്ങണോന്ന്. അതിനെന്താ, ഇവര് പാർക്കിൽ പോയിട്ട് വരട്ടെ. പാർക്കിൽ പോകുന്ന സിദ്ധുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ജാനകി, സിദ്ധുവിന്റെ കാര്യത്തില് ദേവികയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് കരുതി നീയും അതുപോലെ ആവരുത്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദേവിക സിദ്ധുവിനെ കൊണ്ട് പുറത്തു പോയ എല്ലാ ദിവസവും സിദ്ധുവിന് എന്തെങ്കിലും തരത്തിൽ ആപത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാ ഇവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് സിദ്ധുവിനെയും കൊണ്ട് ഇവള് പുറത്തു പോകുന്നത് ഇനി അനുവദിക്കാൻ പറ്റില്ല. സിദ്ധുവിന്റെ കാര്യത്തിൽ അത്രമാത്രം ടെൻഷൻ എനിക്കുണ്ട്. അത് ഇവള് മനസ്സിലാക്കിയില്ലെങ്കിലും നീയെങ്കിലും മനസ്സിലാക്കണം. ഇവളുടെ അശ്രദ്ധ കാരണം സിദ്ധുവിന് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും ജാനകി? ഞാൻ പറഞ്ഞത് തന്നെയാ. സിദ്ധുവിനെയും കൊണ്ട് ദേവികയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല. എനിക്ക് പുറത്തു പോണം, എനിക്ക് പുറത്തു പോകണം. അമ്മ മുത്തശ്ശിയോട് പറ, എനിക്ക് പുറത്തു പോണെന്ന് പറ. അമ്മ ഇന്ന് മനസ്സേക്ക് വേണ്ട. കുട്ടനെ പുറത്തേക്ക് കൊണ്ടുപോകണ്ട. മുത്തശ്ശി പറഞ്ഞതാ ശരി. മുത്തശ്ശി അനുസരിക്കുന്നത് തന്നെയാ നല്ലത്. മുത്തശ്ശി പറയുന്ന കേട്ട് ഞാൻ കുട്ടനോടൊപ്പം വീട്ടിൽ തന്നെ ഇരുന്നോളാം. അതാണ് കുട്ടന്റെ സുരക്ഷയ്ക്കും നല്ലത്. മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്. കുട്ടനുമായി പുറത്തുപോയ എല്ലാ ദിവസങ്ങളിലും
എന്തെങ്കിലും അപകടം കുട്ടന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടൻ ഇത്തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ പുറത്തേക്ക് പോകുന്നില്ല മാഡം. മുത്തശ്ശി, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. കുട്ട, കരയില്ലേ, നിർത്ത്. നമ്മളിപ്പോ പാർക്കിൽ പോയാൽ ശരിയാവില്ല. നമുക്ക് പിന്നീട് പാർക്കിൽ പോകാം. ഇപ്പൊ കുട്ടമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നല്ല കുട്ടിയല്ലേ? അമ്മ, എനിക്ക് പാർക്കിൽ പോണം, കളിക്കണോ? വന്നേ, വാ. എനിക്ക് പാർക്കിൽ പോണം മലാക. ഞാൻ പറയുന്നത് കേൾക്ക്. ചേച്ചി, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമല്ലേ അന്വേഷണം തുടരാൻ സാധിക്കും. എങ്കിലല്ലേ സിദ്ധുവേട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടകളെ പിടികൂടാൻ പറ്റൂ. ഇപ്പൊ ഈ വീടിനകത്ത് തന്നെ കുടുങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി എന്താ ഒരു വഴി? പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുന്ന നമ്മളെ ആര് സഹായിക്കും? ഗോപു, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. വല്ലഭന് പൊല്ലു ആയുധമെന്ന് നീ കേട്ടിട്ടില്ലേ? ഇതുപോലെ ഓരോ തടസ്സങ്ങൾ ഉയർന്നു വരുമ്പോഴും ഓരോ പുതിയ മാർഗങ്ങള് ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സിദ്ധുവിന്റെ ശത്രുക്കളെ തിരക്കി പുറത്തു പോയി അന്വേഷണം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചപ്പോ തന്നെ നമ്മൾ ഈ വീടിനുള്ളില് ഏതാണ്ട് ബന്ധനത്തിലായി. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പുറത്തിറങ്ങി ശത്രുക്കളെ അന്വേഷിക്കാൻ പാടില്ല. നമ്മൾ അന്വേഷണം തുടങ്ങിയെന്ന് ശത്രുക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ അവർ നമ്മളെ ബന്ധിച്ചത്. ചേച്ചി പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. ചേച്ചിയോട് പുറത്തു പോവാതെ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞത് മുത്തശ്ശിയല്ലേ? അപ്പോ ശത്രുക്കൾ അറിഞ്ഞു തടഞ്ഞു എന്നൊക്കെ ചേച്ചി പറഞ്ഞത്? ഗോപു, കുട്ടന്റെ ശത്രുക്കൾ ആരാണെന്ന് ഇപ്പോഴും എനിക്കൊരു ഊഹവുമില്ല. എങ്കിലും ഈ വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട സ്ഥിതി എനിക്കുണ്ടാക്കിയത് കുട്ടന്റെ ശത്രുക്കൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും നമ്മുടെ നീക്കങ്ങൾ ഇപ്പോഴും ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത്. ചിന്തിക്കുമ്പോ ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ശത്രു ആരായിരിക്കും? അവരെ നമ്മൾ ഈ വീട്ടിനകത്തിരുന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഗോപു, ഇപ്പൊ ലോകം നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കുട്ടന്റെ ശത്രുക്കളെ കണ്ടെത്താൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.